നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹായ്, അപ്പൊ ഇന്ന് പരിപ്പും പായസവും ഒക്കെ ഉണ്ടാവൂലോ? ഉണ്ട്. പൊട്ടിനിരിക്കെ. ഏയ്, എന്നാ ഇത്? എഴുന്നേറ്റേ. നമ്മള് 3 പേരുടെ വിവാഹം കഴിഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ, അപ്പോ അതല്ലേ നമ്മുടെ വീട്. ഇനി ഈ വീട്ടില് ഇത് എന്റെ മുറി, അത് നിന്റെ മുറി എന്ന അവകാശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ ഇവിടെ ആർക്കും സ്ഥിരമായിട്ടൊരു മുറിയില്ല. ആ ന്യായമൊന്നും നീ ഇപ്പൊ പറയണ്ട. ഇതിപ്പോഴും നമ്മുടെ വീട് തന്നെയാണ്. ഈ മുറി ദേവികേച്ചിയുടെ മുറിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതിനകത്ത് കയറിയത്? അത് പറ. ഞാനിവിടെ എനിക്ക് അഭിക്കും വേണ്ടി ഒരു മുറി തരികയായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതിന് നിന്റെ മുറി സൗകര്യമില്ലേ? അതൊരു ചെറിയ മുറിയല്ലേ. നീ മാറി, ഞാൻ അങ്ങോട്ട് പോട്ടെ. നിക്കടി അവിടെ. നിനക്ക് എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. നീ എന്തിനാ ഈ മുറി കയറിയത്? നീ അത് പറഞ്ഞിട്ട് പോയാ മതി. നിധി മോഷ്ടിക്കാൻ നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്റെ മെക്കെട്ട് കയറാൻ വരുന്നേ? എനിക്ക് എന്ത് കള്ള ലക്ഷണം ഉണ്ടെന്നാ നീ പറയുന്നത്? നിന്റെ ചോദ്യത്തിന് ഞാൻ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു. ഇനി നീ എന്റെ മെക്കെട്ട് കയറാൻ വന്നാ നീ വിവരം അറിയും. എന്തിയടി? എന്ത് ചെയ്യുമെന്ന് അറിയണം നിനക്ക്. ആ, അറിയണം. നീ എന്ത് ചെയ്യുന്നു? എന്താ ചേച്ചി, ഇവൾ ആരോടും ചോദിക്കാതെ ചേച്ചിയുടെ മുറി കയറി. ആ, അതാണ് ഇപ്പൊ വലിയ വിഷയം. അതിനു വേണ്ടിയാണോ ഈ തർക്കം ഒച്ചപ്പാടൊക്കെ? അഞ്ചിത എന്റെ മുറി കയറിന്ന് വെച്ചാ എന്താ കുഴപ്പം? മുറി ഇടിഞ്ഞ് താഴെ വീഴോ? അങ്ങനെ ചോദിക്കേച്ചി. ചേച്ചി ഇവിടെ നീ ചെല്ല്. അവരോട് ഞാൻ പറയാതെ ഗോപു, നീ മിണ്ടരുത്. ഞാനാ പറയുന്നത്. ഇനി നിന്റെ ശബ്ദം ഉയരരുത്. അഞ്ചിത പറഞ്ഞു കേക്ക്. നീ ചെല്ലു മോളെ. നിന്നോട് കുറച്ചു മുമ്പല്ല ഈ വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ എന്തിനാ വഴക്കുണ്ടാക്കുന്ന മോളെ? ചേച്ചി, അവൾ എന്തേലും കാണിച്ചു കൂട്ടട്ടെ. നീ മിണ്ടരുത്, പ്രതികരിക്കാൻ നിൽക്കരുത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നാണം കെടും മോളെ. നമുക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് നീ സ്വയം നിയന്ത്രിക്കും. അനീഷേ, ഈ പലകകൾ രണ്ടും ഈ ഇരിക്കുന്നതിന്റെ മധ്യഭാഗത്ത് വെച്ചേക്ക്. എന്തിനാ പലകള്? ഇരിക്കാൻ. അതെനിക്ക് മനസ്സിലായി. എല്ലാരും തറയിലല്ലേ ഇരിക്കുന്നേ. പിന്നെ ഇതിപ്പോ ആർക്കാ? എന്റെ 5 മോക്കും അഭിമോനും. അവരെല്ലാരെയും പോലെ തറയിൽ ഇരിക്കണ്ട, പലകയിൽ ഇരുന്നാ മതി. നീ ഇതങ്ങോട്ട് വെച്ചേ. നിനക്ക് പറ്റൂലെങ്കിൽ വേണ്ട, ഞാനിങ്ങ് വെച്ചോളാം. ഈയടാ. നാട്ടാചാരപ്രകാരമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുന്നത്. അപ്പോ എല്ലാം അതിൻ്റെതായ തനിമയോടെ വേണമല്ലോ. അതുകൊണ്ട് ഈ മുണ്ടെടുത്ത് വേണം നിങ്ങൾ ആണുങ്ങൾ സദ്യയിൽ പങ്കെടുക്കേണ്ടത്. ആ, എല്ലാവരും വേഗം പോയി മുണ്ടെടുത്തിട്ട് വാ. ശരി. എല്ലാരും വന്നിട്ടുണ്ട്. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൃത്യസമയത്ത് തന്നെ എത്തി. ആ, ശരി എന്നാ. ഓ മുത്തശ്ശ, എന്താ മോനെ? ഇത് ശ്രീകലാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ തന്നയിച്ച സാരിയാണ്. അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ഞാൻ മുത്തശ്ശനെ ഏൽപ്പിക്കാം. അമ്മ വരുമ്പോ മുത്തശ്ശനിത് അമ്മയ്ക്ക് കൊടുത്താൽ മതി. ശരി മുത്തശ്ശ. ഋഷി, എന്തിനാ ഇത്ര ധൃതി? അമ്മ ഇപ്പൊ വരുമല്ലോ, അപ്പൊ നേരിട്ട് കൊടുത്താ പോരെ? അല്ല, അത് സാരമില്ല മോളെ, ഇതിവിടെ ഇരിക്കട്ടെ. മുത്തശ്ശൻ ശരി.
സിധു പതുക്കെ. ആന്റി ആന്റി എനിക്ക് സിന്ദൂരം തന്നില്ലല്ലോ. എനിക്ക് സിന്ദൂരം വെച്ച് താ. കുട്ട സിന്ദൂരൊക്കെ പിന്നെ വെക്കാം. കുട്ടനിരിക്കെ, നമുക്ക് സദ്യ കഴിക്കാം. ഹായ്, സദ്യ? ഇന്ന് സദ്യയാണോ? ഹായ്, അപ്പൊ ഇന്ന് പരിപ്പും പായസവും ഒക്കെ ഉണ്ടാവൂലോ? ഉണ്ട്. കുട്ടനിരിക്കെ. ഏയ്, എന്നാ ഇത്? എഴുന്നേറ്റേ. എഴുന്നേക്കാനല്ലേ പറഞ്ഞ? മോനും മോളും ആ പലകെ പോയിരിക്കും. വാ ഭേട്ടാ, നമുക്ക് ആ പലകയിലിരിക്കാം. ഇരിക്കും മോനെ. വേണ്ട, ഞാനിതിലിരിക്കില്ല. ഇതിലിരിക്കേണ്ടവര് ഞാനും അഞ്ചും അല്ല. ഈ നിൽക്കുന്ന സിദ്ധുവേട്ടനും ദേവികേച്ചിവ. അവരാണ് ഈ വീട്ടിലെ മൂത്ത മരുമകനും ഭാര്യയും. അവർക്കാണ് പ്രത്യേക സ്ഥാനം കൊടുത്ത് ആദരിക്കേണ്ടത്. ദേവികേച്ചി സിദ്ധുവേട്ടനും ഈ പലകയിലിരിക്കും. വേണ്ട, ഇവിടെ മൂപ്പിളമ വ്യത്യാസമൊന്നും നോക്കണ്ട. സുലോചനാന്റെ ഒരു അമ്മയുടെ സ്നേഹം കൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയത്. ആ സ്നേഹത്തെ നിഷേധിക്കാൻ പാടില്ല. ഞാനും കുട്ടനും കൂടി അവിടെ ചെന്നിരുന്ന ആന്റിക്കത് വിഷമാവും. ആന്റി എന്തിനാ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് അബിയും അഞ്ജലിയും സന്തോഷത്തോടെ അവിടെ പോയിരിക്കും. നിങ്ങൾ അതിൽ തന്നെ ഇരിക്കണം. അതെന്റെയും കൂടി താല്പര്യം. ചെന്നിരിക്കെ. എന്നാ പിന്നെ നമുക്കിനി സദ്യ വിളമ്പിയാലോ? ആ, വിളമ്പിക്കോ. ആ, ആ. ദാ മക്കളെ, കഴിക്കും. ഹായ്, പായസം. എനിക്കും വേണം പായസം. എനിക്കും വേണം പായസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.